അന്ന് രാഹുൽ മാങ്കൂട്ടം ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യമാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിലെ മാധ്യമക്കാരോട് ചോദിക്കുന്നുണ്ട് രാഹുലെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത്. പക്ഷെ ഉത്തരം മൗനായിരുന്നു. മറുപടി ഒന്നും തന്നെ അവിടെ നൽകിയില്ല. ജാമ്യം കോടതി ഇവിടെ അനുവദിച്ചു, അവിടെ പുറത്തേക്ക് ഇവിടെ ഇറങ്ങി. പക്ഷെ ജാമ്യം കിട്ടരുതേ, കാലാകാലം ജയിലിൽ കിടക്കണം എന്നൊക്കെ ആയിരുന്നു രാഹുലിനെ ഭയക്കുന്ന പല ആൾക്കാരും ഇവിടെ വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. കാരണം അവര് എറിഞ്ഞ ആ കുളത്ത് വല്ലാണ്ട് കുടുങ്ങില്ല. കോടതി ജാമ്യം നൽകി എന്ത് ചെയ്തു, അവൾ പുറത്തോട്ട് ഇവിടെ ഇറങ്ങി ഇവിടെ വന്ന്. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം എന്താണെന്ന് അറിയാം. പിന്നേറെ മക്കളെ, എല്ലാവർക്കും കൂടി മണ്ണാക്കലേക്ക് അടിച്ച് കയറ്റിക്കണം തരാൻ വേണ്ടിയിട്ടാണ് രാഹുല് ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാം, സൈലന്റ് ആയിക്കണം ഉണ്ടാകാണ്ട് പോണത്. ഇതിനൊക്കെ ഉള്ളത് ഇതിന്റെ ബാക്ക് കളിച്ച ആൾക്കാർക്ക് പിന്നീട് ഒരു ദിവസം കിട്ടും എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ആർക്കെന്നറിയാം, നിങ്ങൾക്ക് തന്നെ. മനസ്സിലായില്ലേ? കാരണം അത്രത്തോളം നിങ്ങൾ എല്ലാവരും കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബാക്കില് കയറി കുടിക്കാണ്ട് കളിച്ചതല്ലേ. അപ്പം വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, അപ്പൊ അവന്റെ ഇപ്പൊക്കത്തെ ആ ഒരു മൗനം ഉണ്ടല്ലോ, മൗനം സമ്മതം എന്നൊക്കെ നമ്മൾ പറയല്ലോ. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ മൗനമാണ് അവന്റെ മറുപടി. പക്ഷെ ഇന്ന് പോലെ മൗനമാണ് അവിടെ ബാധിച്ചത് എന്നുണ്ടെങ്കിലും ഇപ്പം ബാധിച്ച ഒരു മൗനത്തിന് പിന്നീട് ഒരു തിരിച്ചടി തരാനുണ്ട്. എന്തെല്ലാം പുലിവാലികളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബാക്കിൽ റിപ്പോർട്ടർ ചാനലും ബാക്കിയുള്ള ആൾക്കാരും പിന്നെ അതിജീവിതകളും അതിന്റെ ബാക്കിൽ കുറ്റം പറിച്ച് നടന്നതിന്റെ കുറച്ച് ആൾക്കാരും എല്ലാവർക്കും കൂടിയുള്ള മസാല രാഹുലോട് കലക്കി കൂട്ടിക്കണേ. ഒരു നാൾ വണ്ട അങ്ങോട്ടേക്കും കിട്ടും. അപ്പൊ അത് വാങ്ങാൻ റെഡി ആയിക്കാണ്ടിരുന്നോളി. അപ്പൊ എപ്പോഴും പറയണേ, ഇപ്പൊ മിണ്ടാതെ പേക്കണേ എന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ഭയക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഉത്തരം പിന്നീട് കിട്ടും.